ഹലോ എവരി വൺ, നമ്മളിന്ന് വന്നേക്കുന്നത് ബ്ലൂ വാട്ടർ ഐലൻഡ് എന്ന് പറയുന്ന ഏരിയയിലാണ് കേട്ടോ. ബ്ലൂ വാട്ടർ ഐലൻഡ് എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ് ഐലൻഡാണ്, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐലൻഡാണ്. അത് വളരെ ക്ലോസ് ആണ്, മെറീനയോട് വളരെ ക്ലോസ് ആണ്. അതിനോടടുത്ത് തന്നെ ഒരു ഫെറിസ് വീലൊക്കെ ഉണ്ട്. നമുക്കത് കുറച്ചും കൂടെ അപ്പുറത്തെ ഭാഗത്തോട്ട് പോയി നിന്നാൽ കുറച്ചും കൂടെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. ഒത്തിരി F&Bസും ഷോപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് മറ്റൊരു ഷോട്ട് എനിക്ക് കിട്ടിയതാണ്. ഇത് ഓരോന്നും ചെറുതല്ല കേട്ടോ, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സാണ് ആ ഓരോന്നും കാണുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിലെ ജൈൻ വീൽ പോലെ ഇങ്ങനെ വട്ടം കറങ്ങുന്ന ഒരു സാധനമല്ല അത് ഓരോന്നും റെസ്റ്റോറൻറ്റ്സാണ് അവർ വെച്ചിരിക്കുന്നത്. അതിങ്ങനെ നമുക്ക് റിവോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഇങ്ങനെ വട്ടം കറങ്ങി നമുക്ക് അതിനകത്തിരുന്ന് കഴിക്കാം. അപ്പോൾ ദുബായ് മുഴുവൻ കാണുകയും ചെയ്യാം. ഈ ഒരു വഴി കൂടെ നമ്മൾ അതിനകത്ത് കൂടെ തന്നെയുള്ള വഴിയാണ്. അതിലേക്കൂടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് ഈ കടലിനോടടുത്ത് തന്നെ നമുക്ക് നിന്ന് കുറച്ചും കൂടെ നന്നായിട്ട് മെറീനയുടെ വ്യൂവും എല്ലാം നമുക്കൊന്ന് കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല രസമുണ്ട് ഈ നൈറ്റ് വ്യൂ കാണാനായിട്ട്. പകൽ പോയാൽ മറ്റൊരു ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം, മിറാസിൻ്റെ പ്രോപ്പർട്ടിയാണിത്. എൻ്റെ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ലോങ് ആയിട്ട് എനിക്കൊരെണ്ണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, ഇങ്ങനെ പൊങ്ങി നിൽക്കും. വർക്കിംഗ് ആയിട്ടില്ല കേട്ടോ. അത് എക്സ്പോ 2020 വേണ്ടിയിട്ടൊക്കെ എല്ലാം റെഡിയാക്കിയതാണ്. 2020 മാറിപ്പോയതുകൊണ്ട് 2021 നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു ഇതെല്ലാം വരും. വീണ്ടും പഴയ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ദുബായ് പഴയ പോലെ തന്നെ ആവുന്നു. നമുക്കെല്ലാവർക്കും ഞങ്ങളെല്ലാം അതിനു വേണ്ടി നോക്കിയിരിക്കുകയാണ്. കണ്ടില്ലേ, അടിപൊളി. അതിലെ ക്രൂസ് ഉണ്ട് കേട്ടോ. ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോയി ഇതിലെ ക്രൂസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെറീനയ്ക്കകത്ത് കൂടെ ഒന്ന് വട്ടം കറങ്ങി നേരെ പാമ, ബുർജ് അൽ അറബ്, പിന്നെ അറ്റ്ലാന്റിസ്, അതിലെല്ലാം നല്ലതായിട്ടൊന്ന് കറങ്ങി നമുക്ക് വരാം കേട്ടോ. പിന്നെ എന്തുവാണ് പറയുന്നത്, അങ്ങനത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള കുറേ എൻ്റർടൈൻമെൻറ്റായിട്ട് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കടലിൽ ഇങ്ങോട്ട് ഓളം അടിച്ച് കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിൽ അങ്ങനെ കല്ലുകളൊക്കെ അവർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പാം ജുമേറയിലും അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കടൽ പൊക്കിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ രീതിയിലൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്. അത്യാവശ്യം വാട്ടർ സ്പോർട്സൊക്കെ അറിയാവുന്നവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കണ്ടില്ല ഇതുവരെ വാട്ടർ സ്പോർട്സ് ഒന്നും, ക്രൂസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ. പിന്നെ ചെറിയ സ്റ്റോളുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ F&Bs അതിൻ്റെ ഇപ്പുറത്തുണ്ട്. ചെറിയ സ്റ്റോളുകൾ ഇവിടെ കാണാൻ വരുന്നവർക്കും പിള്ളേർക്കും ഫാമിലീസിനും ഒക്കെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ചെറിയ സ്റ്റോളുകളുണ്ട്. ആ സമയത്താണ് ഞാൻ കണ്ടത് നമ്മുടെ നാട്ടിലെ നന്ദ്യാർ വട്ടം ഇഷ്ടം പോലെ പൂത്ത് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോഴേ കണ്ടപ്പോൾ ഒരു രസമായിട്ട് തോന്നി. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഉൾക്കൊള്ളിച്ചെന്നുള്ളതേ ഉള്ളൂ അതിന്. ഇത് കണ്ടില്ല, ഇതൊക്കെ വലിയ F&Bs ആണ്. നല്ല എക്സ്പെൻസീവായിട്ടുള്ള F&Bs ആണ് ഇതെല്ലാം. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാർ ഈ വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും സമയം സ്പെൻഡ് ചെയ്യാൻ പിള്ളേരും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ. ജൈൻ വീലും ഓരോ സ്ഥലത്തു നിന്ന് നോക്കുമ്പോൾ ഓരോ വ്യൂ ആണ് ഈ ജൈൻ വീലിന് വന്നേക്കുന്നത്. ജൈൻ വീലിനോട്ട് ഫെറീസ് വീലിന് വന്നേക്കുന്നത്. ഇത് എനിക്കൊരു അതിശയമായിട്ട് തോന്നിയൊരു സംഭവം, ഒരു വാഫേഴ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. അത് അകത്തിങ്ങനെ ന്യൂട്ടെല്ലയൊക്കെ വെച്ച് കണ്ട ഒരു സോസേജിൻ്റെ ലുക്കിൽ വാഫേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നതാണത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചൂടോടെ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി തരികയാണ്. പിള്ളേർക്കും നമുക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. തണുത്ത കാറ്റത്തിരുന്ന് ഇതൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് മറ്റൊരു രസം. കണ്ടില്ലേ, സോസേജിൻ്റെ ലുക്കല്ലേ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇഷ്ടം പോലെ ക്രൂസുകൾ പോകുന്നുണ്ട്. ഒത്തിരി ഉണ്ട് കേട്ടോ. ആൾക്കാർ അതിൻ്റെ മേളിലുമൊക്കെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. മേളിലത്തെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് കാണേണ്ടവർക്ക്, അകത്തിനെയും ഡൈൻ ചെയ്ത് കഴിക്കേണ്ടവർക്ക് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനകത്തൂടെ ക്ലോസപ്പ് എടുത്തപ്പോൾ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ്, നൈറ്റ് ആംബിയൻസ് നല്ല രസമുണ്ട് അവിടെ നിൽക്കാനായിട്ട്. ചില ദിവസങ്ങളിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് പടക്കം പൊട്ടിയിലൊക്കെ കാണാം. പക്ഷേ ഇന്നൊന്നും കണ്ടില്ല ഞങ്ങൾ ചെന്നപ്പം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ അതിലേ ഒന്ന് പോയപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റിയായിരുന്നു. കണ്ടില്ലേ, ഇങ്ങനെ ഓരോരോ കുഞ്ഞു സ്റ്റോളുകളാക്കി അവർ തിരിച്ചിട്ടുണ്ട്. ഓരോന്നുമായിട്ടുണ്ട്. പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ്, ചെറിയ സ്നാക്സ് ആണെന്നേ ഉള്ളൂ. അങ്ങനെ സ്റ്റോൾ, അത് നല്ലൊരു എൻജോയ് ചെയ്യാൻ, ഈവനിങ്ങിന് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ. ഈ ഫെറീസ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 250 മീറ്റർ ഹൈറ്റ് ഉണ്ട് കേട്ടോ. 250 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട്. ഇത് ടോളസ്റ്റുമാണ്, ലാർജസ്റ്റ് ഫെറീസ് വീലാണ്. നമുക്ക് ഫുൾ ഒബ്സർവ് ചെയ്ത് ദുബായ് കാണാൻ പറ്റുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സ് അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെറീസ് വീലാണ്. അല്ലാതെ നമ്മൾ കളിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ കാണുന്ന അത്ര സംഭവമല്ല കേട്ടോ ഇത്.
ആ സമയം കൊണ്ട് എൻ്റെ കൊച്ച് കൊച്ച് മാത്രമല്ല ഞങ്ങളെല്ലാവരും ഒന്ന് കുറച്ച് സ്നാക്സൊക്കെ എൻജോയ് ചെയ്തു കേട്ടോ. കൊള്ളാം, നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലോറിംഗ് ഇല്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം അതായത് വെള്ളത്തിനകത്തോട്ട് കൂടി പണിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് വുഡൻ ഫ്ലോറിംഗ് അവർ കൊടുത്തിരിക്കുന്നത്. ആ വുഡൻ ഫ്ലോറിംഗ് ഇങ്ങനെ ചെറിയ ഓളങ്ങൾ അടിക്കുന്നതും കാറ്റടിക്കുന്നതുമായിട്ടും വരുമ്പോഴത്തേക്കിനും ചെറിയൊരു അനക്കവും ഒക്കെ ഉണ്ട്. അതായത് അത് ഡേഞ്ചറസ് ആയിട്ടുള്ള അനക്കമൊന്നുമല്ല, പക്ഷെ നമുക്കത് എൻജോയ് ചെയ്യാം. നമ്മളിങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന പോലെ ഒരു ചെറിയ തോന്നൽ നമുക്ക് തോന്നും. ചെറിയ തോതിലേ ഉള്ളൂ. കൊള്ളാം, നല്ലൊരു രസമുണ്ട്. പിന്നെ പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ക്രൂസൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഫംഗ്ഷനായിട്ടോ കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം എടുത്ത് നൈറ്റ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുകയാണെങ്കിൽ നല്ല കാര്യം. അങ്ങനെയൊക്കെ ചെയ്യുന്നവരിഷ്ടം പോലെ ഉണ്ട്. എന്തിനും എല്ലാം കാര്യങ്ങൾ എന്താ പറയുക, എല്ലാവരും മാസ്കും ഒക്കെ ധരിച്ച് ഗ്ലൗസും ഒക്കെ ഇട്ട് വളരെ കെയർഫുള്ളായിട്ടാണ് എല്ലാവരും നടക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും ആ റെസ്റ്റോറൻറ്റിന്. ഒരെണ്ണം ക്ലോസപ്പ് എനിക്ക് കിട്ടിയതാണ്. ഇത് ഓരോന്നും റെസ്റ്റോറൻറ്റ്സാണ്. ഇതിങ്ങനെ വർക്കിംഗ് ആയി കഴിയുമ്പോൾ ഇതിങ്ങനെ വട്ടം കറങ്ങി ഇങ്ങനെ നമുക്ക് ദുബായ് ഫുള്ള് കാണാവുന്ന രീതിയിലാണ്. ഏറ്റവും ടോപ്പിലൊക്കെയുള്ള വ്യൂ എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും അത്. ഇത് രാജമല്ലി, മഞ്ഞൻ ചുമലയൊക്കെ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അതും ഒരു F&Bയുടെ ഫ്രണ്ടാണ് ഞാൻ കാണിച്ചു തന്നത്. ഇതെല്ലാം F&Bs ഈ കാണുന്ന സൈഡിൽ. ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ടങ്ങ് നിർത്തുകയാണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.